തുടങ്ങാം. വിസ്പർ ചാലഞ്ച്. വിസ്പർ ചാലഞ്ച്. തുടങ്ങ്. കേക്കാമോ? കേട്ടൂടാ. ചേട്ടാ കള്ളത്തരം കാണും. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഇത് കള്ളത്തരമാണ് കേട്ടോ ഇവര്. നിങ്ങൾ രണ്ട് ശത്രുക്കളാ ഈ ഗെയിമില്. അങ്ങനെയാണ്. ഞാൻ വടക്ക് ദിക്കിലെ പടയുടെ നേതൃത്വം വഹിക്കാം. ഒന്നും ഒരിക്കേ നിങ്ങൾ ഈ ഗെയിമില് ശത്രുക്കളാ. ഞങ്ങളെല്ലാരും ശത്രുക്കളാ. തെക്കിന്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. ഫ വാ. ഫ വ അല്ല ഫ. വ്ളായ. ഫാഷൻ. ആ ഇത് പറ്റില്ല. ക്ലൂ എന്ത് ക്ലൂ? ഞാൻ ഇങ്ങനെ കാണിച്ച അത് പറ്റില്ല. കള്ളത്തരം കള്ളത്തരം. പ്രാവ് മ്ലാവ്. പ്രാവ് പ്രാവ്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇതൊക്കെ എന്ത്? ഋഷി പറഞ്ഞാ മതിട്ടാ. അതെ കൃഷി കിണ്ടിയോ? ചേട്ടൻ ഒരെണ്ണം പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ? ഇത്ര സ്നേഹമൊന്നും വേണ്ട കേട്ടാ. ഗെയിമൊക്കെ ആകുമ്പോ ഇച്ചിരി പാര വെക്കാം. എനിമീസ് അല്ലേ? ആ ഇതൊക്കെ മറന്നു വെച്ചേരും. അത് പെട്ടെന്ന് മനസ്സിലാവും. വേറെ ചോദിക്കേ. നീ എന്ത് സുന്ദരിയാണ്. നിങ്ങൾ തമ്മിൽ വർത്താനം പറഞ്ഞിരിക്കുക. കലിപ്പേട്ടനാവും. ഷോളോടെ ഏ? ഷോളോടെ ഷോള് എടുത്തിട്ടോ അടി. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോൾ ഇടാണ്ട് ഷോൾ ഫോൺ അറിയണം നിന്നെ. ഇപ്പൊ ഷോളൊക്കെ ഇടുന്ന എന്തിനാ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അതൊക്കെ പഴയ ഫാഷൻ അല്ലേ. നീ എന്നെ ഫാഷൻ പഠിപ്പിക്കല്ലേ? നീ ഫാഷൻ പഠിപ്പിക്കല്ലേ എന്നെ? ഞാൻ പറയണ പോലെ നിനക്ക് നടക്കാൻ പറ്റുമെന്ന് നീ നടന്നോ? പറ്റില്ല. പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ടടി. പറ്റില്ല. ഇതാരാ? ഇതോ ഇതെന്റെ കൂട്ടുകാരനാ. ഞങ്ങള് ഓൾ കേരള കൽപ്പേട്ട അസോസിയേഷൻ അസോസിയേഷനില് ഞാൻ പ്രസിഡന്റ്, പുള്ളി സെക്രട്ടറി. നിങ്ങൾ ഈ കലിപ്പൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോണേണ്? കുറെ കലിപ്പും കാണിച്ചിട്ട്. ഇന്നത്തെ കാലത്ത് ഈ കലിപ്പൊക്കെ കണ്ട് ആരെങ്കിലും നിക്കും തോന്നുന്നുണ്ടാ? കത്തി കിട്ടോ? ഒരു കത്തി കിട്ടോ? ഒറ്റ കുത്തിനങ്ങ് തീർക്കാം. കിട്ടോ? കിട്ടില്ല അല്ലേ? കൈ അടിക്കണ്ടോ? പക്ഷെ കലിപ്പേട്ടനെ ചേട്ടൻ തിരിച്ചു കൊണ്ടുവരണേ. അക്കി അത് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ട് ഞാൻ കളഞ്ഞ സമയത്ത് അക്കി ചോദിക്കുമായിരുന്നു, എന്തിനാ കളഞ്ഞ നിനക്ക് കിട്ടൂടെ? പിന്നെ അമ്മ അത് വേണ്ടെന്ന് പിന്നെ ഞാൻ കളഞ്ഞു. അല്ല, ആ രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര റെസിപ്പി. ഡോക്ടറിന്റെ ആണെങ്കിലും ഇതും ഡോക്ടർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അടിപൊളിയല്ലേ? പിന്നെ രണ്ടും ഭയങ്കര രസമാണ്. ചേച്ചിയുടെ പ്രൊഫൈലിൽ ഞാൻ നോക്കിയപ്പോഴേ ഒരുപാട് ഇപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് ചേച്ചിക്ക് ഉണ്ടോ? അങ്ങനെ ഇല്ല. ഇല്ല, കുറവാണ്, തീരെ കുറവാ. എനിക്ക് ഞാൻ ഒരു ചേച്ചിയുടെ ഫോട്ടോ, അത് ഫ്രണ്ട് ആണോന്ന് എനിക്കറിയില്ല, ഒരു ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇനി കസിൻ ആരെങ്കിലും ആണോന്ന് അറിയില്ല. രേഷ്മയാണോ? മേ ബി ആയിരിക്കണം. എൻഗേജ്മെന്റിന്റെ ഫോട്ടോസിലാണോ കണ്ടത്? അതിന് മുന്നേ ഉള്ളതിലൊക്കെ ആളുടെ കൂടെ ഉള്ള ഫോട്ടോസ് എന്റെ ഫ്രണ്ടാ. എനിക്ക് അങ്ങനെ വളരെ കുറച്ച് കണക്ഷൻസ് എനിക്കുള്ളൂ. പിന്നെ ഉള്ളത് ഏട്ടനാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാരും അബ്രോഡാണ്. അപ്പൊ എനിക്ക് അങ്ങനെ വെറുതെ ഞങ്ങളൊരു തമാശക്ക് അങ്ങനെ ഫ്രണ്ട് സർക്കിൾ കുറവാണ്. ഇപ്പൊ രേഷ്മയാണ് എന്റെ ഒരു ഇപ്പൊ നിലവിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുന്ന ഒരു ഫ്രണ്ട് രേഷ്മയാണ്. ഇപ്പൊ എന്റെ എൻഗേജ്മെന്റ് ഫുൾ ഡേ അവള് കൂടെ ഉണ്ടായിരുന്നു. അവള് മാത്രമാണ് 2 ദിവസം മുമ്പ് വന്നു. 2 ദിവസം മുന്നേ വന്നു. എല്ലാ പരിപാടിക്കും ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കളിച്ചു. അവളായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, റീബ ഉണ്ട്. റീബ പക്ഷെ അബ്രോഡാണ്. എനിക്ക് അങ്ങനെ കണക്ഷൻസ് കുറവായിരുന്നു. റീബയൊക്കെ എന്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. ഇപ്പോഴും ത്രൂ ഫോൺ കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ കാണലും ഒക്കെ കുറവാണ്. പിന്നെ ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയല്ലോ. അതെ 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 അതെ. ഇപ്പൊ കൊറേ ഇപ്പൊ കറന്റ് നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ ബേസ് ചെയ്ത് ചേച്ചി കോണ്ടന്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, ഇഷ്യൂസ് അങ്ങനെ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. എന്നാലും ചില സന്ദർഭങ്ങളിൽ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. സ്വാഭാവികം. അതല്ലാണ്ട് പക്ഷെ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നത് അത്യാവശ്യം നല്ല റീച്ച് പോയതിനു ശേഷം റിമൂവ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് അതിൽ വലിയ വിഷമില്ല. അങ്ങനെയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വലിയ വലിയ ഇഷ്യൂസിലൊന്നും ചെന്ന് പെട്ടിട്ടില്ല ഇതുവരെ. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഗ്രീഷ്മ ചേച്ചി ഡൗൺ ആവുന്ന എന്ത് കാര്യത്തിലാ ചേട്ടാ? എന്നെ നോക്കി പഠിക്കുന്നു. അവള് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞ, ഇപ്പൊ ഞാനല്ല, ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആവും. ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാല് നെഗറ്റീവ് കമന്റ്സ് അല്ല, ചില നേരത്ത് നമ്മളെ ഈ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള ചില കമന്റ്സ് വരും. അതാണ് കൂടുതലും എനിക്ക്
പറ്റാത്തത്. വേറെ ഇപ്പൊ എന്റെ വീഡിയോ കൊള്ളില്ല, കണ്ടന്റ് കൊള്ളില്ല, അതൊക്കെ ഓരോ കാണുന്ന ആളുകളുടെ പെർസ്പെക്റ്റീവാണ്. ചിലപ്പോ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് അമ്മയെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞാൽ കീറി അതെ, നമ്മളെ പിന്നെ കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് അമ്മ എന്തെങ്കിലും പറഞ്ഞു, അതങ്ങനെ അമ്മ കണ്ടാ തീർന്നു. അമ്മ ഫുൾ വായിച്ചു നോക്കും കേട്ടോ, കമന്റ് ഫുൾ വായിച്ചു. ഞാനും വായിക്കും. അപ്പൊ അമ്മ കണ്ടതിനെ ക്ലിയർ ചെയ്യണല്ലോ. ഞാൻ ക്ലിയർ ചെയ്യും. ഞാൻ നെഗറ്റീവ് കമന്റ്സ് അമ്മ കാണുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. അമ്മയ്ക്ക് ശരിക്കും ഇഷ്ടമാണ് ചെയ്യണം, അത് നിർബന്ധിച്ച് കൊണ്ടുവരണേണ് പാവത്തിന്. അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടല്ല, പക്ഷെ അമ്മയുള്ള വീഡിയോസിൽ അമ്മയാണ് സ്റ്റാർ ചേച്ചിയെക്കാളും. അതെ, അമ്മ പക്ഷെ ഇപ്പൊ ഇഷ്ടമാണെന്ന് തോന്നണം. ഇപ്പൊ അമ്മ കൊറേയൊക്കെ വീഡിയോ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അമ്മ പറഞ്ഞു തരാറുണ്ട്. തുടക്ക സമയത്ത് നമുക്ക് എന്തോ ഒരു, അത് ചിലപ്പോ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആളുകൾ കണ്ടെന്ന് വിചാരിക്കും, ബന്ധുക്കളൊക്കെ കണ്ട എന്തെങ്കിലുമൊക്കെ പറയോ എന്നുള്ളൊരു മൈൻഡിലായിരിക്കും. പക്ഷെ ഇപ്പൊ അമ്മയും ഉഷാറാണ്. തഗ്ഗൊക്കെ തന്നെ വരും. ഇപ്പൊ അമ്മ കയ്യിന്നിടും, ഡയലോഗൊക്കെ അമ്മ കയ്യിന്നിട്ട് പറയും. ആണല്ലേ? അപ്പൊ നമുക്ക് ഒരു ഗെയിമും കൂടെ കളിക്കാം ലാസ്റ്റ്. ശരി, ഈ സ്ഥായിഭാവം ഒന്ന് മാറ്റും, ഒന്ന് ചിരിച്ചിരിക്കേ ഗിരീഷേട്ടാ. ഗെയിമിന്റെ പേരാണ് വിസ്പർ ചലഞ്ച്. ഫ്രഷ്. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ഇവിടെ കൊടുക്കും. നിങ്ങൾ തീരുമാനിക്കേ. ഇനി ഞാൻ ചേട്ടന്റെ അടുത്ത് ഇരിക്കട്ടെ, ഇവിടെ വന്നിരുന്നോ. ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ തകർങ്ങി വീഴാം. ഇല്ല അങ്ങനൊന്നുമില്ല. തുടങ്ങാം. വിസ്പർ ചലഞ്ച്. കേക്കാമോ? കേട്ടൂടാ, കള്ളത്തരം കേട്ടൂടാ. ചുണ്ടനക്കം വെച്ചിട്ട് പറയാ. പൂക്കൾ. പൂക്കളെ സെറ്റ്. തീറി പറയുന്നു. പറ. സബർ ജെല്ലി. സർപ്രൈസ് അല്ലേ? ആക്ഷൻ പറ്റില്ല. സബർ ജെല്ലി. തമന്ന. തമിഴിലെ സബർ ജെല്ലി. തമന്നയാ. ഇനിയുണ്ടോ? ഞാനോട് ഇല്ല, അത് ഫുള്ള് തീർത്തിട്ടിരിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയ്യ മാറിയിരിക്കാൻ. ശരിക്കും വെച്ചാ കേക്കാവോ? ഇത് കള്ളത്തരമാണ് കേട്ടോ ഇവര്. എന്റെ ശത്രുക്കളെ ഈ ഗെയിമില്. അങ്ങനെയാണോ? ഒന്നും ഒരിക്കേ, നിങ്ങൾ ഈ ഗെയിമില് ശത്രുക്കളാ, നിങ്ങൾ ഒന്നല്ല. ഞങ്ങളെല്ലാരും ശത്രുക്കളാ. അപ്പൊ സെറ്റ്. അടുത്തത് ഫാഷൻ. അല്ല, ഫാഷൻ. എന്താ ക്ലൂ? കള്ളത്തരം അത് കാണിക്കാൻ പറ്റില്ല. പ്രാവ്. ഇംഗ്ലീഷ്. അങ്ങോട്ട് ഇരിക്കെ. ഇംഗ്ലീഷ്. ഏലിയാസ്. ഇംഗ്ലീഷ്. ഇത്ര ഒച്ച പറയണ്ടേട്ടാ. അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്നും നോർമലാ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ കേൾക്കണ്ടല്ലോ. ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത. ഇല്ല വെച്ചേ. തരാ ഞാൻ. നീ പോയി പണി നോക്കടി. നീ പോയി പണി നോക്കടി. അതെങ്ങനെ മനസ്സിലായി? പിന്നെ ചുണ്ടനൊക്കെ വെച്ച് പെട്ടെന്ന് മനസ്സിലാക്കാന്നുള്ളു. ഇല്ലില്ല എന്നിട്ടില്ല, ഞാൻ പറയാം. കൃഷി. അങ്ങോട്ട് പോണ്ട, ഇവിടെ നിന്നു. കസേരയാ.
ചെയറാ. പേടും അത് അവള്. ആ പെടട്ടെ, അതാണ് എന്റെ ആവശ്യം. നോ, ഇത് കള്ളക്കളിയാ നിങ്ങള്. ഞാൻ ചേട്ടനെ തന്നെ നോക്കിയിരിക്കാം. പറ. കൃഷി. ക്രിസ്റ്റി. ഫാമിംഗ്. ഫാമിലി. ഫാമിംഗ് അത് ഇംഗ്ലീഷാ പറയുന്നത്. ഇംഗ്ലീഷാണ് പറയുന്നത്. കൃഷി പറഞ്ഞാ മതിട്ടാ. കൃഷി. കിണ്ടിയോ? അത്രയും പോകണ്ട ചേട്ടൻ ബാക്കി. കൃഷി. നോ ആക്ഷൻ, നോ ആക്ഷൻ. കള്ളക്കളിയാണ് കേട്ടാ. കള്ളക്കളി ഫുള്ള് കള്ളക്കളിയാ. കൃഷി കേൾക്കാവോ? ആവക്ക് കേൾക്കാൻ പറ്റുന്നില്ല. മര്യാദക്ക് പറഞ്ഞ പിന്നെ കൃഷി പറയേ, പറയേ, പറയേ. ട്രൈ ചെയ്യുമേ. നിന്റെ ഇത് കേൾക്കാനാ. എനിക്കൊരു ക്ലൂ തരാമോ? ക്ലൂ ഒന്നുമില്ല. കിറുക്കിയല്ലടാ, കൃഷി. എന്തടാ ഒരു ക്ലൂ കൊടുക്കാം. പാവം അവള്. അയ്യോ പാവം തോന്നുന്നല്ലേ. തൂമ്പയാ. എന്താ ചെയ്യുന്നത്? തൂമ്പയുടെ ഇംഗ്ലീഷാ. എനിക്ക് അറിഞ്ഞൂടാ. തോറ്റ്. ഞാൻ തോറ്റു. കൃഷി. കൃഷിയാ. നമ്മളെ പെടുത്തു കേട്ടോ. കൃഷിയാ. കൃഷിയല്ലേ? കൃഷിയാണ്. ലാസ്റ്റ് വൺ, ഒരെണ്ണം കൂടെ. ചേട്ടൻ ഒരെണ്ണം പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ? ഇച്ചിരി ടഫായിട്ട്. ഇത്ര സ്നേഹമൊന്നും വേണ്ട കേട്ടോ. ഗെയിമൊക്കെ ആവുമ്പോ ഇച്ചിരി പാര വെക്കാം. അത് പെട്ടെന്ന് മനസ്സിലാവും. വേറെ ചോദിക്കേ. നീ എന്ത് സുന്ദരിയാന്ന് പറ. നിങ്ങൾ തമ്മിൽ വർത്താനം പറഞ്ഞിരിക്കുക. അല്ലല്ലേ ഇപ്പൊ പറയാ. ചോദിക്ക നീ എന്ത് സുന്ദരിയാന്ന് ചോദിക്കും. നമ്മള് വർത്താനം പറയാന്ന വിളിക്കാല്ലേ. ചന്ദ്രബോസ്. ചന്ദ്രബോസ്. ചെവി പൊട്ടിപ്പോയാ? ചന്ദ്രബോസ്. ചന്ദ്രബോസാ? എന്റെ അച്ഛനെ വിളിച്ചു. ഓക്കെ ശരി. കുറച്ച് കള്ളത്തരത്തിലൂടെ ഒക്കെ ആണെങ്കിലും പ്യൂർ ആയിട്ടല്ലടാ. ഞാൻ പറഞ്ഞില്ല, ഈ ഗെയിമിൽ നിങ്ങൾ ശത്രുക്കളാണ്. അപ്പൊ നിങ്ങൾ പരസ്പരം തോപ്പിക്കാനാ നോക്കണ്ടേ. ഇത്ര സ്നേഹമൊന്നും വേണ്ട കേട്ടാ. നമ്മള് സെറ്റാണേ. ചേട്ടന് നല്ല കള്ളത്തരം അറിയാം. ചേട്ടന് എല്ലാ കള്ളത്തരം അറിയാം കേട്ടാ. ഒന്നും കേട്ടൂടാ. പെട്ട് ഓക്കെ അല്ലേ? കോകില. 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 ഇച്ചിരി ഉറക്കെ പറഞ്ഞോ. കേൾക്കുമല്ലോ. കോകില എന്താണ്? അത് ഊരാൻ പാടില്ല. കോകില. 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 റിപ്പീറ്റേ. കോകില. കോകില. തോട്ടയോ? കോകില. കോ കോ കി. ആ കോഴിയാ? കോഴിയല്ല. കോഴിയല്ല. കോകില. കോകില. അന്ത വിട്ട് പറഞ്ഞോക്ക്. പറഞ്ഞോക്ക്. ട്രൈ ചെയ്യ്. കോകില. കോലിക. അങ്ങനെ തിരിഞ്ഞു പോയി. തിരിച്ചിടണോ? കാലിക്കോ. കാലിക്കോയോ? തിരിച്ചിടാൻ പോലും ആദ്യത്തെ തിരിക്കാണ്. കോകില. കോകില. കോ ഒന്നുമില്ല. വെച്ചോ. എന്നെ പൊട്ടനാക്ക. അല്ല ചേട്ടൻ പേടിക്കല്ലേ ഇങ്ങനെ. കോകില. അയ്യോ എന്താണ്? ഇനി അഭിനയിക്കണ്ട. കേട്ടില്ലേ? കേട്ടാ? കോകില പറ. ഒന്നുകൂടെ പറ. കോകില. കോ കി. കോഹി. കോകില. കോകില. ആ
കേട്ടാ ചെറുതായിട്ട് പോകില്ല. കേട്ട് ചേച്ചി കേട്ടൊന്നുമില്ല ഞാൻ. കേട്ട്. ഇത് അഴിക്കണ്ട, അതവിടെ വെച്ചതാ. പിന്നെ അത് അഴിക്കാൻ പാടില്ല. കള്ളനാ. വെക്ക് കള്ളൻ. വെക്ക്. ചേട്ടൻ ഈ ടെക്നിക്കൊക്കെ അറിയാവുന്നേ, സിനിമാക്കാരൻ. കാരണം, ആ. നിക്കർ 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 എന്താണിത്? നിക്കർ നിക്കർ നീ തീ നീ നീ തീ എല്ലാം പറയാതെ ഒഴിച്ച് നീ നിക്കർ. അയ്യേ എന്താ കേട്ടാ? അതായിരിക്കില്ല. ചെവി പോയി കേട്ടിട്ടോ എനിക്കറിയില്ല. നിക്കർ പാന്റിന്റെ കളർ ഞാൻ വാ വെച്ച് അഭിനയിക്കാനാ പറഞ്ഞേ, ആംഗ്യം കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നിക്കർ എന്നാ പറ. നിക്കർ നിക്കർ. ഇപ്പൊ താഴെയുള്ളവർ എനിക്ക് വരും ഇവിടെ നിക്കർ നിക്കർ എന്ന് വിളിക്കണ കേട്ടിട്ട്. നിക്കർ. അഴിക്കല്ലേ അത് ചേട്ടൻ കേട്ട. പറ. അത് ഊരി. പറ. ഒന്നുകൂടെ പറ. നീ നീ ആ കർ. നിക്കാനാ? ആ നിക്കാനല്ല, നിക്കർ. നിക്കറ്. അത് പറ. നിങ്ങൾ രണ്ടുപേരും ഒത്തു കളിക്കണേ, ഞാനില്ലേ കളിക്ക്. അത് നമ്മുടെ ശത്രുക്കളല്ലേ. ഞങ്ങൾ ഒത്തു കളിക്കണമെന്നല്ല, അതങ്ങനെ തോന്നണതാ. ഒത്തു കളിയാണ്. പുറമേന്ന് ഒരാൾ കാണുമ്പോ അങ്ങനെ തോന്നും. പക്ഷെ പഞ്ചവർണ്ണ തത്ത. എന്റെ ശവം എടുക്കുന്നില്ലേ? പഞ്ചവർണ്ണ തത്ത. അയ്യോ എടുക്കണ്ടേ. പഞ്ച പച്ച പഞ്ച പച്ച പഞ്ച 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 മഞ്ഞ പഞ്ച പഞ്ചവർണ്ണ തത്ത. പഞ്ചവർണ്ണ തത്ത. ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് പച്ച എന്ന് പറഞ്ഞു. പിന്നെ നീ വേറെന്തൊക്കെ പറഞ്ഞു? പച്ച ഞാൻ പഞ്ചാന്നാ പറയണേ. പഞ്ചവർണ്ണം. നടി തന്നെ. ചേച്ചി ഒരെണ്ണം ചോദിക്കോ? ഞാൻ ചോദിക്കണോ? അയ്യോ തലവേദന. എനിക്ക് നല്ല സൗണ്ട് ഒന്നും അയ്യോ കുറയ്ക്കോ? അയ്യോ അയ്യോ പാവം. ഒതളങ്ങ ഒതളങ്ങ ഒതളങ്ങ. എന്താ? ഒതളങ്ങ. അറിയില്ല മോനെ അത്. ഒതളങ്ങ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല. ഒതളങ്ങ. ട്രിവാൻഡ്രത്തിന് വേറെന്തെങ്കിലാണോ? പേരെന്താന്ന് എനിക്ക് അറിയില്ല. അത് വേണ്ട, മാച്ചുകളാ. അത് മാച്ചുകളാ. നീ എന്താ പറഞ്ഞത്? ഒതളങ്ങ. അമ്പടാ. ഒതളങ്ങ അറിയോ? ട്രിവാൻഡ്രത്തുണ്ട് അത്. അപ്പൊ എന്റെ കുറ്റമല്ല. ട്രിവാൻഡ്രത്തുള്ള സാധനം പറയുന്നേ. ഏട്ടന് ഇഷ്ടമുള്ള സാധനം ചോദിക്കാം. ചിക്കൻ ഫ്രൈ. ചോദിക്കേ. അത് ഇച്ചിരി ദേഷ്യത്തിൽ ചോദിക്കേ. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. നിങ്ങൾ വർത്താനം പറയണോ? അല്ല ചോദിക്കുക. വെക്ക്. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. ജീവൻ. ഔ ജീവൻ ഇങ്ങനെ ചോദിക്കാം. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. ചിക്കൻ. ചിഹ്നം വിളിക്കുന്നു. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. ശരിക്ക് തുറക്ക്. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. എടോ ചിക്കൻ ഫ്രൈ. വാ തുറന്നിങ്ങനെ. ചിക്കൻ ഫ്രൈ. ഇതിൽ കൂടുതൽ തുറക്കാൻ പറ്റില്ല. ചിക്കൻ ഫ്രൈ. ചീ പറ. ചീ പറയട്. ചീ. ആ കൻ. കൻ. ചിക്കനാ വന്ന്. ആ പോരട്ടെ പോരട്ടെ പോരട്ടെ. ചിക്കൻ. വടംവലിയോ? എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു അത് കാണിച്ചു. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. കറക്റ്റ്. അടുത്തെത്തി. ചിക്കൻ ഫ്രൈ. ഞാനൊന്നും കാണിച്ചില്ല. അമ്മാണ് ഞാനൊന്നും കാണിച്ചില്ല. കാണിച്ചാ? ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. നമസ്കാരം. ചിക്കൻ ഫ്രൈ. പറഞ്ഞു നോക്ക്. ബാക്കി ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
ചിക്കൻ ഫ്രൈ. ആ അങ്ങനെ പറ. ഇത് നമുക്ക് കുറച്ച് ടഫ്. ഗ്രീഷ്മ ബോസ്, എന്തോ ദിസ് ഈസ് ടു മച്ച്. ഓക്കേ, അതെന്തറിയോ, എന്റെ അത്രയും ഒരു ഇതില്ല, കാലിബർ ഇല്ല. ഇല്ലടാ. അതാ പാവലെടാ. എനിക്കൊക്കെ ആണെങ്കിൽ പറ്റും, ടഫ് ആയിട്ടുള്ളതൊക്കെ ആൻസർ എനിക്ക് പറ്റും. പക്ഷെ ആൾക്ക് അത് പറ്റണമെന്നില്ല. അപ്പൊ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നോട് തെറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഹെൽപ്പിംഗ് ആയിരുന്നു. നീ ഉള്ളായിരുന്നല്ലോ. അവക്ക് കുറെ ചിക്കൻ ഫ്രൈ അതും ഇതും, എനിക്ക് കുറെ കൃഷിയും. അപ്പൊ ഞങ്ങൾ ഇത്ര നേരം ഇന്റർവ്യൂ എടുത്ത അഖിൽ വിദ്യാധരന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചേട്ടന്? ചേച്ചിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? പോണ്ടേ? അതല്ല, അതെന്താ അപ്പൊ എന്റെ ഇന്റർവ്യൂല് വന്ന് ഇഷ്ടാവാത്തോണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ തന്നെ അതില് ഉറപ്പായിട്ട് 3-4 മിസ് കോൾ ഉണ്ടായിരുന്നു. കാണാനല്ല, ഇപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലണമെന്ന് വെച്ചോ, ഇപ്പൊ ഫോണിൽ കൂടെ കേട്ടില്ലേ, എന്റെ ബാക്കി കേട്ടില്ല. എന്റെ കൂടെ അമ്മയ്ക്ക് അറിയാലോ, അപ്പൊ അതുകൊണ്ട് അമ്മ ഒന്നും പറയില്ല. അമ്മയ്ക്കാണെങ്കിൽ അതെ, ഞങ്ങൾ വിചാരിച്ച അങ്ങനെ ഇതിനൊക്കെ നല്ല പവർ ഇല്ല. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ അങ്ങോട്ട് ഫ്രീഡം തോന്നല, അത് വെറും തോന്നല. ആണോ? എൻഗേജ്മെന്റ് കഴിഞ്ഞാലാ പ്രശ്നം, മറ്റു പ്രശ്നമില്ലല്ലോ. സാധാരണ ഇപ്പൊ ഞാൻ എറണാകുളത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വരാന്ന് പറഞ്ഞ അമ്മേനെ ആക്കണ്ട് നോക്കും, അവനെ കാണാനായിരിക്കും, അവന്റെ കൂടെ കറങ്ങാനായിരിക്കും. ഇത് കാണിച്ചു കൊടുക്കണ്ടേ? അത് കാണിക്കാൻ പവർ ഇല്ലല്ലോ, അതാ. അതുകൊണ്ടാണ് കേട്ടോ അവര് പോണത്. അപ്പോ താങ്ക് യു സോ മച്ച് ഗ്രീഷ്മ ചേച്ചി ആൻഡ് അഖിൽ ചേട്ടാ, ഇത്ര നേരം എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ സന്തോഷം എനിക്കുണ്ട്. കാരണം ചേച്ചിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. ആ സ്ഥായി ഭാവം ഒരിക്കലും വിട്ട് കളയാൻ ചേട്ടൻ അനുവദിക്കരുത്. ഇല്ല കേട്ടോ? ചേട്ടനും ആ സ്ഥായി ഭാവം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അത് വേണോ? ചേട്ടൻ അല്ലാതെ കുറെ സ്ഥായി ഭാവങ്ങൾ, വേറെ ഭാവങ്ങളുണ്ട്. എന്തിനാ വെറുതെ അങ്ങനെ ഒരു പേടി? ഈ ഗ്രീഷ്മ ബോസ് ഫാൻസിനെ കൊണ്ട് നിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? എനിക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ടെന്നേ, നന്നായിട്ട് നോക്കിക്കോണം. ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ പരിപാടി എന്താന്ന്. അപ്പൊ ഞാൻ ഇതെന്താ നിന്റെ കസിനാണോ, പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തുന്നു അതേ പെങ്ങളെ നന്നായിട്ട് നോക്കിക്കോണം, എനിക്കൊരു ഭീഷണി. എന്നിട്ട് ഓക്കെ കളിയാ. അപ്പൊ എന്താ, അപ്പൊ ആദ്യം ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കസിൻ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഞാൻ അത് വിട്ടു, ചോദിക്കാൻ വിട്ടുപോയി. അന്ന് തന്നെ ഒരു മുസ്ലിം കുട്ടി ഒരു മെസ്സേജ്, അളിയ ചേച്ചി പൊന്നു പറഞ്ഞു, ചേച്ചി വീഡിയോ ഇനിയും ചെയ്യണം, അതിന് എന്താ തടസ്സം നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു ബന്ധമുണ്ടോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാനുള്ള ചോദിച്ചു. അപ്പൊ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ റിക്വസ്റ്റ് ഒന്നും കിടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വായിച്ചു നോക്കി, ഒരുപാട് മെസ്സേജ്, ഉപദേശം, മനസ്സിലായല്ലോ. കുറച്ചു മുമ്പേ മനസ്സിലായിട്ടുണ്ട്. കുറച്ചു മുമ്പ് എനിക്ക് ചോദിക്കാൻ പറയാനൊക്കെ ആൾക്കാരുണ്ട്. ഇടണോ ഞാൻ സ്റ്റോറി? പൂട്ടിക്കട്ടെ, അഖിൽ വിദ്യാധരന്റെ അക്കൗണ്ട് പൂട്ടിക്കണോ? പൂട്ടിക്കണോ? നോക്കി കണ്ടൊക്കെ. അപ്പൊ എന്നാ പിന്നെ അളിയ ചേച്ചീനെ പൊന്നുപോലെ നോക്കണം. വീഡിയോസ് ഒക്കെ ഇനി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന അറിയാം, എന്നാലും ചുമ്മാ പറയണേ. മടി പിടിച്ച തലക്കിട്ട് 2 അടിയൊക്കെ കൊടുത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറയണം. അളിയനൊന്ന് സൂക്ഷിച്ചോ, എന്തും കണ്ടന്റ് ആക്കും. സാധനം ഞാൻ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ അമ്മയും വീട്ടുകാരും സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നത്. കുറച്ച് കണ്ടന്റ് ഒക്കെ എടുത്തോ? എനിക്ക് കണ്ടന്റ് കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കില്ല. കാരണം ഞാൻ അതില് പിടിച്ചിരിക്കുന്ന ഒരാളാ. ഇപ്പൊ അവരുടെ അടുത്ത് നോക്കി കണ്ടൊക്കെ നിൽക്കാൻ പറയും, അല്ലാണ്ട് വേറെ വഴിയില്ല. നീ അവിടെ പോയപ്പോ എന്തോ ടോൺ മാറ്റി നിനക്ക് ടോൺ മാറിയല്ലേ? പക്ഷെ എന്തായാലും ഇനിയിപ്പോ കല്യാണത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഫോട്ടോസ് ഒക്കെ വരട്ടെ, കല്യാണത്തിനൊക്കെ ചിരിച്ചൊക്കെ നിൽക്കാൻ എന്തായാലും നമുക്ക് നിന്നേ പറ്റുള്ളൂ. അപ്പൊ കല്യാണത്തിന് വിളിക്കാം, കേട്ടോ. വന്നില്ലെങ്കിലാണ് വരും ഞാൻ, സദ്യ കൊണ്ടിട്ട് പോകും ഞാൻ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു.